എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ ഈ അഭിമുഖത്തിൽ പ്രതിപാദിക്കുന്ന വിഷയം നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്, അതായത് ഫുട്ബോൾ. ഇന്ത്യയിൽ ഒരുപക്ഷെ ക്രിക്കറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഫുട്ബോൾ ഓർക്കുകയുള്ളൂ. എന്നാൽ യൂറോപ്പിലെ കാര്യം വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഇനിയും ഫുട്ബോൾ വളരെ ദൂരം യാത്ര ചെയ്യണം. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മോട് കൂടെ ചേരുന്നത്. ഡോക്ടർ ഷാജി പ്രഭാകരൻ. അദ്ദേഹം മുൻ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് മെമ്പർ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ, പിന്നെ അതുപോലെ തന്നെ ഫിഫയുടെ റീജിയണൽ ഡെവലപ്മെൻറ്റ് ഓഫീസർ, ഫോർമർ പ്രസിഡൻറ്റ് ഓഫ് ഡൽഹി ഫുട്ബോൾ എന്നിങ്ങനെ പല തസ്തികകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ഡോക്ടർ ഷാജി പ്രഭാകരൻ. ഒത്തിരി ഒത്തിരി നന്ദി പ്രൊഫസർ ജോസ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരു അഭിമുഖത്തിന് അങ്ങ് സമ്മതിച്ചതിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അങ്ങ് തികച്ചും കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ബയോഡാറ്റ കണ്ടു കഴിഞ്ഞപ്പോൾ നേരെ ബംഗാളിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതൊന്ന് എങ്ങനെയാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിക്കാവോ? 5 വയസ്സ് ആയപ്പോഴേ ബംഗാളിലായിരുന്നു. പിന്നെ അവിടെ പഠിച്ചൊക്കെ, പിന്നെ അവിടെ കളിയും ഫുട്ബോളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങ് ഫുട്ബോൾ ഒരു അഭിനംഗ ആയിട്ട് മാറി ജീവിതത്തിന്റെ. എന്നുവെച്ചാൽ ഒരു സ്കൂളിംഗ് എല്ലാം അവിടെ തന്നെ ആയിരുന്നു. പിന്നെ കോളേജ് യൂണിവേഴ്സിറ്റി ഒക്കെ മധ്യപ്രദേശിലായിരുന്നു. പിന്നെ വർക്ക് ചെയ്തത് ഡൽഹി, ചണ്ഡീഗഡ്, ഗോവ, അങ്ങനെയൊക്കെ ഒത്തിരി സ്ഥലത്ത് ഈ ലാസ്റ്റ് 30 ഇയേഴ്സിൽ നമ്മൾ മൂവ് ചെയ്ത്. പിന്നെ അതെ, അങ്ങ് എന്താണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷനകത്ത് ഡോക്ടറേറ്റും എടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ ഫുട്ബോൾ സ്പെഷ്യലൈസ് ചെയ്തത്. അതിൽ നമ്മള് പ്രോബ്ലം തന്നെ വെച്ചത് ഇന്ത്യൻ ഫുട്ബോൾ എന്തിനാ നമ്മള് ആ ലെവലിൽ വരാത്ത, അതിന് കാരണം എന്തുവാ. അതൊക്കെ നമ്മൾ 4 കൊല്ലം ശരിക്കും റിസർച്ച് ചെയ്തു. അത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആയി. നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക്. ഗവർണൻസ് ആസ്പെക്റ്റിലും സ്ട്രക്ചർ ആസ്പെക്റ്റിലും സിസ്റ്റമാറ്റിക്കലി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ടാലൻസ് ഉണ്ട്. അതിന്റെ ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒത്തിരി കോൺഫിഡൻസ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 100% ഫുട്ബോളിൽ തന്നെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ സമയവും എനർജിയും എല്ലാം. അപ്പോൾ അത് ഈ യഥാർത്ഥമായിട്ട് ഈ ഫുട്ബോളിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? ആ കളിയുടെ ഒരു കോണ്ടസ്റ്റിലാണോ, അതോ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ പണ്ട് മുതലേ? ഇല്ല, നമ്മള് എന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ തൊട്ട് ഒരു 8 വയസ്സായപ്പം കളി തുടങ്ങിയത്. എന്താന്ന് വെച്ചാ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു മൈതാനം. ഒരു 500 മീറ്റർ ദൂരെ ഉള്ളായിരുന്നു. അങ്ങനെ 8ാം വയസ്സിൽ തുടങ്ങിയതാ. പിന്നെ പക്ഷെ ആ സമയത്തൊക്കെ നമ്മള് കളിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസ് സ്ട്രക്ചർഡ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് കോച്ചസ് തന്നെ ഇല്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഒരു റിമോട്ട് ഏരിയയിലായിരുന്നു ബംഗാളില്. അവിടെ നമുക്ക് എന്ന് വെച്ചാൽ സീനിയേഴ്സ് വല്ലതും പറഞ്ഞു തരുവാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 4 മാസം ഫുട്ബോൾ കളിക്കും, അത്രേ ഉള്ളായിരുന്നു. പിന്നെ ഈ സീസൺ അനുസരിച്ച് വേറെ സ്പോർട്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു 16-17 വയസ്സായപ്പോഴാ കുറച്ചുകൂടെ ഒരു എന്ന് വെച്ചാൽ ഫുൾ ടൈം ഫുട്ബോൾ ആയിട്ട് മാറിയത്. അന്നേരത്തേക്ക് പക്ഷെ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. പക്ഷെ എന്നാലും നമ്മള് സ്റ്റേറ്റ് ലെവലും ഡിസ്ട്രിക്ട് ലെവൽ ലീഗും പിന്നെ യൂണിവേഴ്സിറ്റി അതൊക്കെ കളിച്ചു. പക്ഷെ ഒരു പ്രൊഫഷണൽ ലെവൽ പോവാൻ സമയമായപ്പം ഒരു 21-ൽ ഒരു സീരിയസ് ഇഞ്ചുറി ആയിപ്പോയി. അങ്ങനെ ആ കളിയുടെ ഇതങ്ങ് നിന്നുപോയി. പിന്നെ വെച്ചാൽ ഒരു സീരിയസ് ഇഞ്ചുറി ആയിരുന്നു. പിന്നെ അന്നേരം പിന്നെ അക്കാഡമിക്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫുട്ബോളിൽ തന്നെ നമ്മൾ വല്ലതും ചെയ്യണമെന്ന് ഒരു പാഷൻ വെച്ച് നമ്മുടെ സമയം എനർജി എല്ലാം അതിൽ തന്നെ ഇട്ടു. അല്ല, ഒരു ഇന്ത്യയിലെ ഒരു വലിയ കളിക്കാരനായില്ലെങ്കിൽ തന്നെ അങ്ങ് ഐഫയുടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഫിഫയുടെ തന്നെ മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചതെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം
അതിൽ കൂടുതലുള്ളൊരു ഒരു സന്തോഷം ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ. അതെന്ന് വെച്ചാ നമുക്ക് തുടങ്ങിയപ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടം വരെ എത്തുമെന്ന്. എന്താന്ന് വെച്ചാൽ അന്നേരം ഇന്ത്യയിൽ സ്പോർട്സ് മാനേജ്മെന്റോ സ്പോർട്സ് അഡ്മിനിസ്ട്രേഷനോ പ്രൊഫഷണൽ ആസ്പെക്ട് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വഴി സ്വന്തം കണ്ട് പിടിച്ച് അവിടം വരെ എത്തുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിരുന്നു, പിന്നെ സ്ട്രഗ്ലിങ്ങും ആയിരുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഉള്ള ഗൈഡൻസ് പിള്ളേർക്ക് ഉള്ളതുപോലെ നമുക്കൊന്നും ഇല്ലായിരുന്നു. നമ്മളൊരു റിസ്ക് എടുത്തു, ഭയങ്കര ഒരു വലിയ റിസ്ക് എടുത്തു. എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പറഞ്ഞൊന്നും കേട്ടില്ല. അവര് പറഞ്ഞത് നമ്മള് എഞ്ചിനീയറിങ്ങും അങ്ങനെയൊക്കെ ചെയ്ത് ഒരു നല്ല പ്രൊഫഷണൽ ജോലിയിൽ എത്തുന്ന ഇതിലായിരുന്നു. പക്ഷെ നമ്മള് അതിനെല്ലാം ഇത് സൈഡ് ചെയ്തു. പക്ഷെ അതിന്റെ ഒരു എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഒരു ഹാപ്പി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അടുത്തത് നമുക്ക് നമ്മളുടെ ഇതിലേക്ക് വന്നാൽ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ചാണ് ഇപ്പം നമുക്ക് പറയാനുള്ളത്. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ വിലമതിക്കപ്പെടുന്ന ആകർഷണീയമായിട്ടുള്ള ഒരു സ്പോർട്ടാണ് ഫുട്ബോൾ. പ്രത്യേകിച്ച് ഞാൻ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോം സ്റ്റേഡിയം, ഇവിടുത്തെ ഏറ്റവും വലിയ ലാസിയോ റോം എപ്പോഴും പല സന്ദർഭങ്ങളിലും അവർ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫുട്ബോൾ കഴിഞ്ഞാൽ വേറെ ഒരു സ്പോർട്സ് ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമായിട്ടുള്ള വികസന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് 2024 നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ടോ ഇപ്പോഴും? ഇപ്പൊ എന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ ഫുട്ബോളിന്റെ ഇൻവെസ്റ്റ്മെന്റും കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുതിയ ക്ലബ്സും വരുന്നുണ്ട്, അക്കാഡമീസും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടിനെന്റാണ്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ പിന്നെ നമ്മള് 50-60 നമ്മുടെ ഗോൾഡൻ എറ കഴിഞ്ഞ് നമ്മുടെ ഫുട്ബോളിന്റെ ഫൗണ്ടേഷന്റെ ഫോക്കസ് നമ്മൾ ചെയ്തിട്ടില്ല. ഫണ്ടമെന്റൽ ആസ്പെക്ട്സ്, സ്ട്രക്ചറൽ ആസ്പെക്റ്റിൽ ഒത്തിരി വീക്ക്നെസ്സസ് ഉണ്ട്. സോ അത് കാരണം നമുക്ക് ആ ലെവലിലെ കളിക്കാരും പിന്നെ ടീമും പെർഫോമൻസും അങ്ങനെ കാണുന്നില്ല. എന്താന്ന് വെച്ചാൽ പ്ലെയേഴ്സ് ബൈ ഡിസൈൻ അല്ല വരുന്നത്, അവര് ബൈ ആക്സിഡന്റാ വരുന്നത്. സോ അത് പറ്റുമ്പോ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇറ്റലിയുടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലബ്സിൽ തന്നെ എലീറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്. അവർ ടാലന്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ടാലന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, യൂത്ത് കോമ്പറ്റീഷൻ നല്ലൊരു സ്ട്രക്ചർഡ്, അങ്ങനെ അവർക്ക് മുകളിൽ പ്രൊഫഷണൽ ലെവലിൽ സൈൻ ചെയ്യാനുള്ള ഒരു പാത്വേ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ചില ലൊക്കേഷനിൽ ചില കാര്യങ്ങളുണ്ട്, ചില ലൊക്കേഷനിൽ ഒന്നുമില്ല. സോ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി വീക്ക്നെസ്സസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫൗണ്ടേഷൻ വർക്ക് ഇതുവരെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 10-20% എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരു 70% ഫൗണ്ടേഷൻ വർക്ക് ചെയ്താലേ നമുക്കൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു പൊട്ടൻഷ്യലിൽ എത്താൻ പറ്റും. നമ്മുടെ ടാലന്റ് ഉണ്ട്, ഇന്ത്യ ടാലന്റ് ഉണ്ട്. വേറെ കുഴപ്പങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രക്ചർ ഇതുവരെ ഫോം ആയിട്ടില്ല. പാത്വേ, ടാലന്റ് ഡെവലപ്മെന്റ് പാത്വേ, പ്ലെയർ ഡെവലപ്മെന്റ് പാത്വേ ഇതുവരെ ഒരു സ്ട്രക്ചർഡ് ആയിട്ടില്ല. എന്താ വെച്ചാൽ ക്ലബ്സിന് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവര് ഒരു ലോസ് മേക്കിംഗ് ഡെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൂടുതൽ. എന്താന്ന് വെച്ചാൽ അവർ കയ്യിൽ നിന്ന് കാശിട്ട് കാര്യങ്ങൾ ചെയ്യും. അന്നേരം അവർക്ക് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള അവർക്ക് എന്ന് വെച്ചാൽ ഫണ്ടിങ് ഇല്ല മിക്ക ക്ലബുകളും. എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ക്ലബ് ആയാലും ഒരു 20-30% ക്ലബ്സേ ഉള്ളു ചിലർ യൂത്ത് ഡെവലപ്മെന്റ് ടാലന്റ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അത് അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഗ്യാപ്സ് ഒത്തിരി ഉണ്ട്. പക്ഷെ ഒരു കാര്യം പോസിറ്റീവാണ്, കൂടുതൽ കുട്ടികൾ ഫുട്ബോളിലേക്ക് വരുന്നുണ്ട്. അത് നല്ല ഒരു പോസിറ്റീവ് സൈനാണ്. ഇപ്പം നമ്മൾ ഈ ക്വാളിറ്റി, ഇവരുടെ ട്രെയിനിങ് ക്വാളിറ്റിയിൽ ഇപ്പം ഇവിടെയുള്ള പോലെ നല്ല കോച്ചിനെയൊക്കെ നമുക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ? അതായത്
അത് ഒരു പക്ഷേ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പം നമ്മളെ കഴിഞ്ഞും കൂടുതൽ എക്സ്പേർട്ടൈസ് ചെയ്തിട്ടുള്ള ഇറ്റാലിയൻസ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇവരുള്ള കോച്ചുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം എന്ന് വെച്ചാൽ ഒരു 15,000 ടോട്ടൽ ലൈസൻസ് കോച്ചസേ ഉള്ളു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച്, നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, നമ്മുടെ പിള്ളേർ കളിക്കുന്ന അനുസരിച്ച് ഇത് ഒരു 20% ഉള്ളു. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കോച്ചസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ആവശ്യമാ ഒരു ലക്ഷക്കണക്കിന്. അത്ര കോച്ചസ് വേണം. പിന്നെ അവർക്ക് കോച്ചസ് എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസി ഗ്യാപ്പ്, സ്കിൽ ഗ്യാപ്പ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ അവർക്ക് ആ ലെവലിലെ എക്സ്പോജറും എക്സ്പീരിയൻസും ഇല്ല. എന്താന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ഇല്ല. അതുകൊണ്ട് കോച്ചസിനും ആ ലെവലിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതുകൊണ്ട് ചുരുക്ക കോച്ചസേ ഉള്ളു. നമ്മൾ കമ്പയർ ചെയ്യുമ്പം യൂറോപ്പോ സൗത്ത് അമേരിക്കയോ ഏഷ്യൻ ലെവലിലോ ചുരുക്ക കോച്ചേ ഉള്ളു ആ ലെവലിൽ ഉള്ളത് നമുക്ക് കമ്പയർ ചെയ്ത് പറയാം. എന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒത്തിരി ഗ്യാപ്സ് ഉണ്ട്. അത് കോച്ചസിന്റെ തെറ്റല്ല, അത് സിസ്റ്റത്തിന്റെ ഒരു ഗ്യാപ്പാണ്. എന്താന്ന് വെച്ചാൽ കോച്ചസിന് ഇപ്പൊ നമ്മൾ ഇപ്പൊ അവിടെ ഒരു കളിക്കാരൻ ഒരു കളിയിൽ ഒരു ക്ലബിൽ അല്ലെങ്കിൽ നാഷണൽ ടീമിലൊക്കെ കളിക്കുന്ന ഒരു കളിക്കാരന് എന്താണ് അയാളുടെ എക്കണോമിക്കൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ആകർഷണീയമാണോ, അതോ ഒരു സാലറി പോലെ മാത്രമേ? ഇപ്പൊ ടോപ്പ് 50-60 പ്ലേയേഴ്സിന്റെ എവറേജ് നോക്കുവാണെങ്കിൽ ഒരു 60 to 2 crore ഇതിലാ കിട്ടുന്നത്. ബെസ്റ്റ് പ്ലേയേഴ്സ് ഒരു 5-6 crore 7 crore അങ്ങനെയൊക്കെ ആനുവൽ സാലറി കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ത്യൻ കളിക്കാർ. പക്ഷെ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് 100 പ്ലേയേഴ്സിന്റെ എക്കണോമിക് വാല്യൂ ചെയ്യാൻ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അവർക്ക് മിനിമം ഒരു 30-40 ലക്ഷം സീസണിൽ കിട്ടും. പിന്നെ നെക്സ്റ്റ് 100 ഒരു എവറേജ് 15 തൊട്ട് 20 കിട്ടും. പിന്നെ നെക്സ്റ്റ് 100 നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 കിട്ടും. എന്ന് വെച്ചാൽ ഒരു 300 to 500 പ്ലേയേഴ്സ് സിസ്റ്റത്തിൽ ഒരു എന്ന് വെച്ചാൽ അവർക്ക് എക്കണോമിക് ഔട്ട്പുട്ട് ഉണ്ട് ഫ്രം ഫുട്ബോൾ. പക്ഷെ അത് വിമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ശതമാനം ഭയങ്കര കുറവാണ്. പിന്നെ ഈ നമുക്ക് എന്ന് വെച്ചാൽ കാശ് എക്കണോമിക് വാല്യൂ ചെയിൻ ഉള്ളത് ഇത് എന്ന് വെച്ചാൽ മെയിൽ പ്ലേയേഴ്സിനാ കൂടുതൽ. പക്ഷെ അത് നമ്പർ ഇസ് ഒത്തിരി ലിമിറ്റഡ് ആണ്. അത് പിന്നെ ക്രിക്കറ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പം അതൊന്നും അല്ല. പക്ഷെ ഫുട്ബോൾ എന്ന് വെച്ചാൽ ബാക്കി സ്പോർട്ടിന്റെ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഫുട്ബോൾ ഒരു നല്ല എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് 150-200 പ്ലേയേഴ്സ് എന്ന് പറയാം. അപ്പോൾ അടുത്തത് ഞാൻ ചോദിക്കുന്നത്, ഈ ഫുട്ബോളിനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ടോ? ഇപ്പൊ നമ്മൾ ക്രിക്കറ്റുമായിട്ട് രാവിലെ മുതൽ നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റിന് പിന്നെ വൺ ഡേ ക്രിക്കറ്റിനൊക്കെ രാവിലെ മുതൽ ചിലപ്പോൾ നമ്മൾ ഇരിക്കും. നമ്മുടെ ഇപ്പം ഞാനും പണ്ട് ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള ക്രിക്കറ്റ് കളിക്കാരൻ. അപ്പം അതൊക്കെ നമ്മൾ രാത്രി വരെയും എത്രയോ ദിവസങ്ങളിൽ ചിലപ്പം ഈ ടെസ്റ്റ് വരുമ്പോൾ ഇരിക്കും. അതുപോലെയുള്ളൊരു ആവേശം അത് ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടാണോ, അതോ അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടോ നമ്മൾ ഇവിടുത്തെ പോലെ? അത് ആയിത്തീരുവോ അടുത്ത കാലങ്ങളിലെങ്കിലും? എന്താന്ന് വെച്ചാൽ ഫുട്ബോളിന്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്റർനാഷണൽ റിസൾട്ട്സ് ഉണ്ട്. അവർ വേൾഡ് ചാമ്പ്യൻസുമാ. സോ ഫുട്ബോൾ ആ ലെവലിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ പെർഫോമൻസ് ഇല്ല. അതാ ഒരു സീരിയസ് ഗ്യാപ്പ്. പക്ഷെ ഒരു 25 വയസ്സും താഴത്തെ ഉള്ള പിള്ളേര് കൂടുതലും ഫുട്ബോളിലാ അവരുടെ ചിന്ത, അവരുടെ ഫോക്കസ്. അവർ കൂടുതലും ഗ്ലോബൽ ഫുട്ബോളിലാ കണക്റ്റഡ്. അതാ അതിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഫുട്ബോളിന് വേണ്ടി. അവർ ലോക്കൽ ഫുട്ബോളായിട്ട് അത്ര കണക്റ്റഡ് അല്ല. എക്സെപ്റ്റ് മേ ബി എന്ന് വെച്ചാൽ ഒരു ഡേറ്റ ഉണ്ട്. ഡേറ്റ പറയുന്ന അറൌണ്ട് 35 million like 35 million, no, it's around 300 crores. Like 35 million is the follower of football.
in India. Yeah, and other and cricket ഒരു 55 മില്യൺ. സോ അങ്ങനത്തെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ സ്പോർട്സിന്റെ ഗ്യാപ്പ് ഒത്തിരിയാ. ഫുട്ബോളും ക്രിക്കറ്റും എന്ന് വെച്ചാൽ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ സി എക്കണോമിക് ഇത് വാല്യൂ ചെയിനിൽ ക്രിക്കറ്റ് 1 to 20 റാങ്കിങ്ങിൽ, പിന്നെ 21st ഫുട്ബോൾ ആയിരിക്കും ആ ലെവലിൽ. സോ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഫുട്ബോളിന്റെ ഗവർണൻസ് ഇഷ്യൂസ് ഒത്തിരി ഉണ്ട്. സോ അത് കാരണം എന്ന് വെച്ചാൽ ഒരു പെർസെപ്ഷൻ ഫുട്ബോളിനെ പറ്റി ഒരു പോസിറ്റീവ് അല്ല. അത് അതിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇപ്പൊ നമ്മള് ഈ പലപ്പോഴും ഞാൻ ഈ വേൾഡ് കപ്പ് ഒക്കെ വരുമ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്നായിരിക്കും നമ്മളുടെ രണ്ട് കളിക്കാരിങ്ങനെ ഓടുന്നത് കാണാനൊക്കെ ഉള്ളൊരു അവസരങ്ങൾ. അത് വർഷങ്ങളായിട്ട് ഞാനിവിടെ ഒരു 87 മുതൽ ഇവിടെ ഇറ്റലിയിലുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു എനിക്ക് തോന്നുന്നൊരു സ്വപ്നമായിരിക്കും എല്ലാവരുടെയും. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ പ്രോത്സാഹനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ പറയുന്നത് പോലെ കൂടുതൽ സ്ട്രക്ചേർഡും അതുപോലെ തന്നെ ഫിനാൻഷ്യല്. അപ്പം ഈ ഫിനാൻഷ്യല് ഐഫ പലപ്പോഴും ബാൻഡ് ബൈ ഫീഫ ഫോർ ദി കറപ്ഷൻ. അതെങ്ങനെയാണ്? അപ്പൊ ഇതിനകത്ത് ആക്ച്വലി ഇതിന്റെ ഫിനാൻസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് ഈ കറപ്ഷൻസ് വരുന്നത്? അല്ല, എന്താന്ന് വെച്ചാൽ ഫിഫ ഇന്ത്യ ബാൻ ചെയ്തത് കറപ്ഷന്റെ അല്ല, അത് തേർഡ് പാർട്ടി ഇന്റർവെൻഷൻ ആയിരുന്നു, അതുകൊണ്ട്. പക്ഷെ എന്ന് വെച്ചാ കറപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാ എന്താന്ന് വെച്ചാ ചില ആൾക്കാര് അവരുടെ ഫോക്കസ് ഫുട്ബോൾ അല്ല, അവര് എങ്ങനെ ഇതിന്ന് വല്ലതും ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഉണ്ട്. അത് പക്ഷെ അവരൊരു മൈനോറിറ്റി ഇതാ. പക്ഷെ നമുക്ക് അതാ ഞാൻ പറഞ്ഞ ഒരു ഗവർണൻസ് ഇതുണ്ട്. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഫോളോയിങ് ഗുഡ് ഗവർണൻസ് പ്രാക്ടീസസ് ഓഫ് ദാറ്റ് ലെവൽ. അപ്പൊ അങ്ങനെ ട്രാൻസ്പെറൻസി ഇഷ്യൂസ് ഉണ്ട്. ട്രാൻസ്പെറൻസി ഇഷ്യൂസ് വരുമ്പോ ഒത്തിരി കാര്യങ്ങള് എന്ന് വെച്ചാ അത് ആ പെർസെപ്ഷൻ ഒരു ഇതായിട്ട് മാറും. എന്ന് വെച്ചാൽ എല്ലാരും കറക്റ്റ് ആണ്. അങ്ങനത്തെ ഒരു പെർസെപ്ഷൻ ഉണ്ട് സിസ്റ്റത്തിൽ. അത് ശരിക്കും ഒരു ഗുഡ് ഗവർണൻസ് പ്രാക്ടീസസ് അഡാപ്റ്റ് ചെയ്താലേ ആ പെർസെപ്ഷൻ ഒരു പോസിറ്റീവ് ഡയറക്ഷനിൽ പോകത്തുള്ളൂ. അന്നേരം എന്ന് വെച്ചാൽ അന്നേരം കൂടുതൽ ഫണ്ട്സും ഓർഗനൈസേഷനും ഫുട്ബോളിനും അട്രാക്ട് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫുട്ബോളിന്റെ ലെവല് ഇപ്പം ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒത്തിരി കാശ് വേണം, ഒത്തിരി ഫണ്ടിങ് വേണം. അത് റിസൾട്ട് വരുന്നത് ഒരു 10, 12, 15 കൊല്ലം കഴിഞ്ഞേ വരത്തുള്ളൂ. അത് കാരണം ആ ട്രസ്റ്റ് ഡെഫിസിറ്റിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും ഫുട്ബോളിൽ. എന്താന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോബൽ സ്പോർട്ടാ. ഗ്ലോബൽ സ്പോർട്ടിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട് ഇന്ത്യയിൽ തന്നെ. പക്ഷെ ആ ഗവർണൻസ് പുവർ ഗവർണൻസ് കാരണം ഒത്തിരി ആൾക്കാർ, ഒത്തിരി കമ്പനീസ് മുമ്പോട്ട് വരത്തില്ല സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്താന്ന് വെച്ചാൽ അവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഈ ഫണ്ട് ചെയ്യുന്ന ചിലപ്പോ ഫുട്ബോൾ അല്ല വേറെ കാര്യത്തിനായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു ചിന്ത ഉണ്ട്. അങ്ങനെ ഫുട്ബോളിന് ഒരു വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അങ്ങ് ഐഫയുടെ എന്താണ് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അതിനകത്തുനിന്ന് അതിന്റെ ടൈം കഴിഞ്ഞാണോ അതോ അതിനകത്തുനിന്ന് പുറത്തു പോകുന്നതാണോ? എങ്ങനെയാണത്? അല്ല, അത് നമ്മുടെ ടേം ഒന്നും കഴിഞ്ഞില്ല. നമ്മളും നമ്മുടെ പ്രസിഡന്റും നമ്മളുമായിട്ട് ഒത്തുചേർന്ന് പോയില്ല. പുള്ളി ഒരു എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു ബാക്ക് സ്റ്റാബിങ് ചെയ്തു. പുള്ളി ഒരു ശരിയുള്ള ആളല്ലായിരുന്നു. നമ്മള് സപ്പോർട്ട് ചെയ്ത പുള്ളിയൊക്കെ വന്നത്. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഫുട്ബോൾ ഫോക്കസ് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഫോക്കസ് ഫുട്ബോളും കാട്ടി വേറെയായിരുന്നു. ആ കാരണം വെച്ച് എന്ന് വെച്ചാൽ നമ്മള് റിസൈൻ ചെയ്യാനായിരുന്നു. അത് പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ പോയാ എനിക്ക് നിങ്ങളെ പുറത്ത് തന്നെ ആക്കാനുള്ള മൂവ് ചെയ്യണം നമ്മുടെ അസോസിയേഷൻ മെമ്പേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ പ്രശ്നമായി. പിന്നെ
പുള്ളി നമ്മളെ റിമൂവ് ചെയ്തു. അങ്ങനെ ഞാൻ കോർട്ടിൽ പോയി. കോർട്ടിൽ ഇപ്പൊ സ്റ്റേ ആ. ഓ അത് ശരിയാ, ശരി, അങ്ങനെയാണ്. ഓക്കെ, ആ ഓക്കെ. ആ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഈ എന്താണ് ടാലൻസിൻ്റെ കുറവല്ല, ഇഷ്ടംപോലെ കുട്ടികൾ ഇതിന് കഴിവുള്ളവരുണ്ട്. അപ്പം ഇന്ത്യയിലെ നമ്മൾ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ജിയോഗ്രാഫിക്കൽ കണ്ടീഷനിലാണ് കൂടുതൽ ഇതിനോട് താല്പര്യമുള്ളത്? ഏത് സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ? അതോ എല്ലാ സ്റ്റേറ്റുകളിലും ഒരേപോലെയുള്ള താല്പര്യങ്ങളാണോ? അല്ല അല്ല, ഇതെന്ന് വെച്ചാൽ താല്പര്യം ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മള് ഇപ്പൊ കേരളം ഫുട്ബോൾ എന്ന് വെച്ചാൽ ഭയങ്കര താല്പര്യമുണ്ട്. അതുപോലെ ബംഗാളില് ഉണ്ട്, ഗോവയിലുണ്ട്, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുണ്ട്. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ മെട്രോ സിറ്റീസിൽ നമ്മൾ ഫുട്ബോളിനെ പ്രതി താല്പര്യം കൂടിക്കൊണ്ടിരിക്കുക. പിള്ളേര് എന്ന് വെച്ചാൽ സിസ്റ്റം സ്ട്രക്ചർ അത്ര ഇതായിട്ടില്ല. എന്നാലും കളിക്കുന്ന കൂടുതൽ കുട്ടികളും ഈ നമ്മുടെ മെട്രോ സിറ്റീസിൽ ഫുട്ബോളാണ് ഇപ്പൊ. സോ അങ്ങനെ താല്പര്യം കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ കൂടുതലും ടാലന്റ് വരുന്ന അവരുടെ ഇൻട്രസ്റ്റും ഫുട്ബോളാണ്. അങ്ങനെ കേരളത്തിലും വരുന്നുണ്ട്. പിന്നെ ഗോവ, ബംഗാളിൽ എന്ന് വെച്ചാൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്നിട്ടും പക്ഷെ എന്ന് വെച്ചാൽ അവരുടെ ക്ലബ്സ് ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ, മോഡേൺ സ്പോർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാണികളുടെ ഒരു എന്ന് വെച്ചാൽ നമ്മള് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ നോക്കുന്ന പോലെ ഇപ്പൊ ഇന്റർ മിലാൻ, AC മിലാൻ കളിക്കുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതുപോലത്തെ അറ്റ്മോസ്ഫിയർ ആയപ്പോഴും കൽക്കട്ടായി. അത് അതൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവ് ഇതാ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി. പക്ഷെ അതിനെയൊക്കെ നമ്മള് ഒരു ആ സിറ്റുവേഷനെ എല്ലാം പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്ത് ഉള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതാ അതിന്റെ ഒരു വീക്ക്നെസ്. എന്താന്ന് വെച്ചാൽ ഒരു കളി കാണാൻ ഒരു എവറേജ് 60-70,000 കപ്പാസിറ്റി സ്റ്റേഡിയം ആള് വരുന്നെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു ദൃശ്യമാണ്. അത് ഫുട്ബോളിന്റെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിന്റെ ഒരു സൈനാണ്. സോ അതിനെ ഒക്കെ നമ്മള് ഇതുവരെ കൊമേഴ്ഷ്യലി എല്ലാം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള പദ്ധതികളോ സ്ട്രാറ്റജീസോ അങ്ങനെയൊന്നും വരുന്നില്ല. അതാ അതിന്റെ ഒരു വീക്ക്നെസ് നമ്മുടെ സിസ്റ്റത്തിൽ. ഈ കേരള നമ്മളുടെ ഇന്ത്യൻ കോൺടെസ്റ്റുകളിൽ ഗവൺമെന്റിന് ഓരോ വർഷവും എന്തുമാത്രം ഫിനാൻഷ്യൽ എയ്ഡ് ഉണ്ട് ഇതിന്? ഇതെന്ന് വെച്ചാൽ ഇപ്പം ടോട്ടൽ ബജറ്റ് സ്പോർട്സിന് ഒരു 3,500 കോടി ബജറ്റാ. അത് ഒരു ഫുട്ബോളിന് ഇപ്പം ഒരു ആവറേജ് നോക്കുമ്പോ ഒരു 10-15 കോടി ബജറ്റ് കിട്ടും. ചില വർഷത്തിൽ 30 കോടിയോ 50 കോടിയോ കിട്ടിയിട്ടുണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത് ഒരു പ്രോഗ്രാം, ആനുവൽ പ്രോഗ്രാമിന്റെ ഒരു അവരുടെ പോളിസി ഉണ്ട്. ആ പോളിസി അനുസരിച്ച് ആനുവലി മീറ്റ് ചെയ്ത് അവർ എഗ്രി ചെയ്യും. നമ്മൾ ഈ XYZ ഇവിടെ നമ്മൾ ഫണ്ടിങ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അത് അതിന്റെ അനുസരിച്ച് അവർ ഫണ്ടിങ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫണ്ട് കൂടുതൽ വരാം. പക്ഷെ അതിന്റെ അനുസരിച്ച് നമ്മുടെ ആ ഗവർണൻസ് ഇഷ്യൂസും പിന്നെ എന്ന് വെച്ചാൽ യൂത്ത് ഡെവലപ്മെന്റ് ആസ്പെക്റ്റും ടാലന്റ് ഡെവലപ്മെന്റ് ആസ്പെക്റ്റും പിന്നെ ആ ഒരു പോസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്യും ഫുട്ബോളിന് വേണ്ടി. എന്താന്ന് വെച്ചാൽ നമ്മൾ 2 ഫിഫ വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്, അണ്ടർ 17 ബോയ്സും വിമനും. അത് ഗവൺമെന്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു അവര്. അത് കാരണം അത് സക്സസ്ഫുള്ളി നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഗവൺമെന്റിന് ഇതുണ്ട്, നമുക്ക് സപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമ്മുടെ ഫുട്ബോൾ ഓർഗനൈസേഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ എല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും ഫുട്ബോളിന്. ഇപ്പൊ നമ്മളോട് കൂടെ ബിജു ഫ്രാൻസിസ് ഉണ്ട്. അദ്ദേഹം ഒരു നല്ല ഫുട്ബോൾ പ്രേമിയാണ്. അപ്പോൾ ബിജു, സ്വാഗതം. അപ്പോൾ ബിജു, എന്താണ് നമ്മുടെ ഡോക്ടർ ഷാജു പ്രഭാകരനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം? Yeah, good afternoon, Shaji sir. Joe sir, Yeah, good good afternoon. afternoon.
യാ ആക്ച്വലി എനിക്ക് രണ്ട് മൂന്ന് കൺസേൺസ് ഉണ്ട് ആക്ച്വലി. നമ്മുടെ സ്പോർട്സ് ഓർഗാനിക് ആയിട്ട് ഏത് സ്പോർട്സ് ഈവന്റ് ആയാലും എസ്പെഷ്യലി ഫുട്ബോൾ കേരളത്തെ സംബന്ധിച്ച് ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങള് എന്താ വെച്ചാല് സ്പോർട്സിനെ സംബന്ധിച്ച് പില്ലേഴ്സ് എന്ന് പറയുന്നത് 4 പില്ലേഴ്സ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഈവന്റ്സ്, പിന്നെ ഫാൻസ്, പിന്നെ സ്പോൺസേഴ്സ്, പിന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ്. ഈ 4 പില്ലേഴ്സിനെയും സന്തുലിതാവസ്ഥ നിലനിർത്താവുന്ന രീതിയിൽ അല്ല ഏതൊരു സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസും അല്ലെങ്കിൽ അതിന്റെ അസോസിയേഷൻസോ അല്ലെങ്കിൽ ക്ലബ്സോ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് സങ്കടം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ പല ക്ലബ്സുകളും നല്ല രീതിയിൽ വന്നിട്ട് നിലനിൽക്കാതെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിന്റെ അവസ്ഥകളെ കുറിച്ച് എന്തെങ്കിലും വീണ്ടും റിവൈവ് ചെയ്യാനായിട്ടോ എന്തെങ്കിലും സഹായങ്ങൾ ഫെഡറേഷന്റെ ഭാഗത്ത് താങ്കളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇതെന്ന് വെച്ചാ ഈ 4 പില്ലേഴ്സ് വരുന്ന ലേറ്റർ പാർട്ടിലാണ്. അതിന്റെ മുമ്പേ ഫണ്ടമെന്റൽസ് ഉണ്ട്. ആ ഫണ്ടമെന്റൽസ് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊഫസർ ജോർജിനോട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് അല്ല. അത് കാരണം സസ്റ്റൈനബിലിറ്റി ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ ഫുട്ബോൾ സ്ട്രക്ചറിൽ. എന്ന് വെച്ചാൽ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ക്ലബ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റാണ്. അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ അതിൽ ആ ഫുട്ബോളിന്റെ ഓവറോൾ പരിസ്ഥിതി എന്തുവാ അതനുസരിച്ചിരിക്കും. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കുന്ന അവരുടെ റവന്യൂ സൈഡ് നോക്കി കഴിയുമ്പോൾ കുറച്ച് ഹെൽത്തിയാ. അവര് വൺ ഓഫ് ദ ടോപ്പ് ISL ക്ലബ്സ് ഇൻ ടേംസ് ഓഫ് റവന്യൂ ജനറേഷൻ. സോ അതെന്ന് വെച്ചാൽ അവരുടെ കാണികള് എൻഗേജ് ചെയ്യുന്ന അവരുടെ മാച്ചസിന് ഏവറേജ് ഒരു 25 to 32,000 കാണികൾ വരുന്നുണ്ട് കാണാൻ ഹോം മാച്ചസ്. സോ അങ്ങനെ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സൈഡായി. ഇപ്പം സൂപ്പർ ലീഗ് കേരള ഒരു പുതിയ ലീഗ് തുടങ്ങുന്ന കേരള ഫുട്ബോൾ അസോസിയേഷൻ അത് നോക്കിക്കഴിഞ്ഞാലും ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ആ ലീഗിന് വേണ്ടി, പിന്നെ 6 ഫ്രാഞ്ചൈസി അവർ കൊടുത്തത് എല്ലാം നല്ല ഇൻവെസ്റ്റേഴ്സ് ആ അതിൽ വന്നത്. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ ഇത് കാണികള്, പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നത്, പിന്നെ ക്വാളിറ്റി ഓഫ് ദ ഗെയിം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങള് ആ പിച്ചിൽ ആരാ കളിക്കുന്ന അവരുടെ ആ ക്വാളിറ്റി എന്തുവാ അതനുസരിച്ച് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാൻസ്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫാൻസിന് അവർക്ക് റിയൽ മാഡ്രിഡ് ബാഴ്സലോണ കളിക്കുന്ന കാണാം, ലിവർപൂള് മാഞ്ചസ്റ്റർ യുണൈറ്റഡോ ആർസണലോ മാൻ സിറ്റി കളിക്കുന്ന കാണാം, ചെൽസി കളിക്കുന്ന. സോ അങ്ങനെ എല്ലാ ടോപ്പ് ക്ലബ്സ് അവർക്ക് കാണാം. TV തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കാണാം, അവർക്ക് വേണമെങ്കിൽ പോവാം. അങ്ങനത്തെ എക്കണോമിക് പരിസ്ഥിതികൾ ഉണ്ട് ഇപ്പം. അതൊക്കെ നോക്കുമ്പോൾ ഈ ഫുട്ബോൾ ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. എല്ലാ കാണികളും കമ്പീറ്റ് ചെയ്യും, മാർക്കറ്റും കമ്പീറ്റ് ചെയ്യും. മാർക്കറ്റ് നോക്കുന്ന അവർക്ക് എന്തുവാ വാല്യൂ കിട്ടുന്നത്. നമ്മുടെ ഫുട്ബോള് ആ രീതിയിലുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സ്പോൺസേഴ്സും വേറെ കൊമേഴ്ഷ്യൽ പാർട്ട്നേഴ്സും ചേരും. ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീക്ക്നെസ് ആ സിസ്റ്റത്തിൽ. എന്താന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ ഡീൽസ് ഇതുവരെ കോമ്പറ്റീറ്റീവ് അല്ല. എന്താന്ന് വെച്ചാൽ മൾട്ടി ബ്രോഡ്കാസ്റ്റേഴ്സ് കമ്പീറ്റ് ചെയ്യുന്നില്ല നമ്മുടെ പ്രോപ്പർട്ടി ബൈ ചെയ്യാൻ. ഇപ്പം എന്ന് വെച്ചാൽ ഇറ്റാലിയൻ ലീഗ് ആണെങ്കിൽ അവര് ഇത് വിൽക്കുവാണെങ്കിൽ 5 വർഷത്തെ ചിലപ്പോൾ അവർക്ക് $1 billion or $2 billion ഒക്കെ കിട്ടും. പക്ഷെ അവിടെ കോമ്പറ്റീറ്റീവ് ബിഡിങ് ആയിരിക്കും. മോർ ദാൻ 3-4 ബിഡേഴ്സ് കാണും. ഇവിടൊക്കെ നമ്മുടെ ഇപ്പം ആ സ്ഥിതി വന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റേഴ്സ് കൂടുതലും അവര് കമ്പീറ്റ് ചെയ്യുന്നില്ല ഈ പ്രോപ്പർട്ടീസുകളെ എടുക്കാൻ വേണ്ടി. അവർക്ക് ഇത് എന്ന് വെച്ചാൽ IPL ക്രിക്കറ്റോ വേറെ കോമ്പറ്റീഷൻസ് അവർക്ക് കൂടുതൽ ശ്രദ്ധ. എന്താന്ന് വെച്ചാൽ അവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ. ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫുട്ബോളിൽ എന്ന് വെച്ചാൽ നമ്മള്
ഭയങ്കര വീക്കാ. അത് അടുത്തത് വരണമെങ്കിൽ സോറി ഫോർ ദി ഇൻ്ററപ്ഷൻ, കാരണം നമ്മുടെ സമയം വളരെ വൈകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ സബ്ജക്റ്റ്, അതായത് ഫുട്ബോളിന് ശക്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാകണം. ഇപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വർഷങ്ങളിലാണിരിക്കും നമ്മൾ ഈ വേൾഡ് കപ്പിൽ കളിക്കുമെന്നുള്ള ഒരു പ്രവചനം ഡോക്ടർ പ്രഭാകരന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മള് 124 നമ്മുടെ റാങ്കിങ്. അത് നമുക്ക് ഒരു കണ്ടൻഡർ ആവാൻ വേണ്ടി നമ്മള് ടോപ്പ് 60-ലായിരിക്കണം. എന്താന്ന് വെച്ചാൽ ഇപ്പൊ 48 കൺട്രീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഫ്രം നെക്സ്റ്റ് വേൾഡ് കപ്പ് 2026. ഇപ്പൊ നമ്മുടെ ഫ്രം ഏഷ്യയിൽ നിന്ന് 8.5 ടീം അല്ലെങ്കിൽ 9 ടീം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോ ഏഷ്യയിൽ 22 റാങ്കിലാണ്. എന്ന് വെച്ചാൽ നമ്മള് എപ്പോഴാ ടോപ്പ് 10-ൽ എത്തുന്ന അന്നേരം നമുക്ക് വി ക്യാൻ ബി എ കണ്ടൻഡർ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു ടൈം ലൈൻ പറയാൻ ഭയങ്കര എന്ന് വെച്ചാ ഈസി അല്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താന്ന് വെച്ചാൽ ആ പാത്തിൽ വന്നിട്ടില്ല ഇതുവരെ. ഓക്കെ, ശരിക്കും അപ്പോൾ ഫുട്ബോളിന് ശക്തമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ ഉണ്ടാകട്ടെ. ഡോക്ടർ പ്രഭാകരനെ പോലെയുള്ള ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിച്ച് നമ്മളുടെ ഫുട്ബോളിനെ വളർത്തിക്കൊണ്ട് ഇന്ത്യയും ഈ രംഗത്തേക്ക് കുതിച്ചുയരട്ടെ എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിച്ച ഡോക്ടർ പ്രഭാകരന്, ബിജു ഫ്രാൻസിസിന് പ്രത്യേകം നന്ദി പറയുകയാണ്. എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, ജോസ് ഫിലിപ്പ്. കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.